പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചനശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ തുടങ്ങാൻ ബഹുമാനപ്പെട്ട സേവകൻ വട്ടാരച്ചനെ കർത്താവ് നിയോഗിച്ചതിനെ ഓർത്തും അതിൽ ശുശ്രൂഷ ചെയ്യാൻ എളിയ ദാസനായി എന്നെ കർത്താവ് വിളിച്ചതിനെ ഓർത്തും വർഷങ്ങളായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തതിനെ ഓർത്തും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ശുശ്രൂഷകളെയും ദൈവമാണ് നടുന്നത്, ദൈവം തന്നെയാണ് നടുന്നത്, ദൈവം തന്നെയാണ് നനയ്ക്കുന്നത്, ദൈവം തന്നെയാണ് വളർത്തുന്നത്. എല്ലാത്തിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷകളിലും സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഓരോ നെടുവീർപ്പുകളും ഓരോ പ്രാർത്ഥനകളും കർത്താവ് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഹോസിയ പ്രവചനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ തിരുവചനമാണ്. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൃദയം നൊന്ത് കിടക്കയിൽ വീണ് കരയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഹൃദയം നൊന്ത് കർത്താവിന് സന്നിധിയിൽ നിലവിളിക്കണം. ഹൃദയം നൊന്ത് കർത്താവിനോട് പറയണം. ഹൃദയത്തിന് നിഷ്കളങ്കതയോടെ ഈശോയോട് പറയണം. ആ പറയുന്ന കാര്യങ്ങളെ കർത്താവ് അതുപോലെ ഗൗരവമായിട്ട് ദൈവം അത് കണക്കിലെടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ കൊനമ്മാവ് അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഒരു കുടുംബം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും ഉള്ള ബോധ്യമാണ്. അത് കുറച്ചുകൂടി ഇരട്ടിയായി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോൾജി, ഭർത്താവിൻ്റെ പേര് ജെൻസൺ, എൻ്റെ മകൻ്റെ പേര് ആൻ്റണി റോജോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കൺവെൻഷനും എൻ്റെ അമ്മച്ചി ഇവിടെ ഒന്ന് കൂടുന്നുണ്ടായിരുന്നു. 2019 കൺവെൻഷന് വന്നിട്ട് അമ്മച്ചി വളരെയധികം വേദനയോടുകൂടി പ്രാർത്ഥിച്ചു. അടുത്ത വർഷം കൺവെൻഷന് മുമ്പ് എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഈശ്വരന് ഒരുപാട് നന്ദി. എൻ്റെ 19 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെ കോവിഡിന് മുമ്പുള്ള കൺവെൻഷൻ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കർത്താവ്, ദൈവമേ എനിക്കൊരു കൊച്ചിനെ തരണം കർത്താവേ. ആ പ്രാർത്ഥന വേഗം തുളച്ച് സ്വർഗത്തിലെത്തി. അപ്പം തന്നെ കർത്താവ് ഉത്തരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ വിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുവചനം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അസാധ്യത എന്നൊരു സാധ്യത ദൈവത്തിന് മുൻപിലില്ല. അത് മനുഷ്യർക്ക് അസാധ്യതയുള്ളൂ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. 19 വർഷമായിട്ട് മക്കളില്ല. ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ആ അമ്മച്ചി ഹൃദയം നൊന്ത് കിടക്കയിൽ വീണ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം നൊന്ത് നിലവിളിച്ച് മകൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും ശരി, ദൈവത്തിന് ആ മേഖല ഇടപെടാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. അത് കടബാധ്യതയാണെങ്കിലും രോഗമാണെങ്കിലും പൈശാചിക ബന്ധം എന്തു തന്നെയാണെങ്കിലും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചാടി എഴുന്നേറ്റ് നിൽക്കാം.
കുട്ടികളൊക്കെ വേഗം എഴുന്നേറ്റോ. ദൈവസന്നിധി ഹൃദയം തുറന്ന് ഒന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് വെറുതെ സ്തുതിക്കുകയല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വേദനകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് സമർപ്പിക്കുകയാണ്. പണ്ട് ആ ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ച കാര്യം ഓർത്ത് നോക്കിയേ. ഹന്ന എന്താ ചെയ്തത്? ഹന്ന ഹൃദയം ഉരുകി, മനസ്സൊരുകി, വലിയ നൊമ്പരത്തോടെ ഹൃദയ വികാരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവേ, ഓ കർത്താവേ, കർത്താവേ, ഹൃദയത്തിൽ നിന്നുള്ള നെടുവേർപ്പുകൾ കാണുന്ന ദൈവമേ, ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന കർത്താവേ, ഹൃദയം തുറങ്ങിയവർക്ക്, മനസ്സ് തുറന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ, സാധ്യതകളാക്കുന്ന ദൈവമേ, അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന അവിടുന്ന് കാണണമേ കർത്താവേ. ആരാധന, 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 ആരാധന. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തി. കൈയടിച്ച്. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ നന്നായി കൈയടിച്ച്. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാണെന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാണെന്റെ ദൈവം എന്നെ നടത്തുന്നു. ഉയർത്തി. എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 18:29. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. സങ്കീർത്തനം 18:29. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. ഓ ദൈവമേ, ദുഃഖം, നിരാശ, ഭയം, ആകുലത എന്തു തന്നെയാണെങ്കിലും ശരി, അതെല്ലാം ദൈവത്തിന്റെ സഹായത്താൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ സഹായത്താൽ ചാടിക്കടക്കും. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്. ദൈവം സഹായിക്കും, ദൈവം ഇടപെടും. ദൈവമേ, കടബാധ്യത, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദൈവമേ, വിവാഹത്തിന്റെ തടസ്സം, മക്കളില്ലാത്ത അവസ്ഥകൾ, നാളുകളായിട്ടുള്ള അനേക മേഖലയുടെ തടസ്സങ്ങൾ, കെട്ടുകൾ, ദൈവമേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായി. നീ ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഓ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു മനസ്സോടെ 10,000 ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ലോകത്തിന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സമയത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ പേരെ കണ്ണും കാതവിടുന്ന് തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലതരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ, പലതരത്തിലുള്ള രോഗപീഠങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങളെ ക്ലേശിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും ഹൃദയത്തിൽ വരുന്ന പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കണമേ ദൈവമേ. ഇടപെടണമേ കർത്താവേ, സാധ്യമാക്കണമേ കർത്താവേ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തി ശക്തിയാ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തി ശക്തികളെ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാ സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുക, ഓരോ വ്യക്തികളെ ആശീർവദിക്കുക. ദൈവമേ, ഓരോ പ്രയാസങ്ങളെയും ദൈവത്തിന്റെ ആശീർവാദത്തിന് കരം പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പൈശാചിക ബന്ധനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യനാട്യം വിട്ടോട്ടെ. നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. ദൈവമേ, വർഷങ്ങളായിട്ട് മക്കളില്ലാതെ
കർത്താവെ, ഹൃദയം തൊട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ മക്കൾ ജനിക്കേണ്ടത് കൽപ്പിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവേ, നാളുകളായി കർത്താവ് രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടാതെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, നാളുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കർത്താവ് തടസ്സപ്പെട്ട് കിടക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആരാധന 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 യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. യേശുവേ, ആരാധന. നന്ദി പറയുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അനേകം കുടുംബങ്ങളെ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് തൊട്ടിട്ടുണ്ട്. സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരീക്ഷണ കാലത്ത് സംരക്ഷണം ലഭിക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. യേശയ്യാ പ്രവചനത്തിൽ 46-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 10-ാം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 46 വേഴ്സ് 10. എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. Praise the Lord. Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ ദൈവം നിറവേറ്റും. അങ്ങനെ നിറവേറ്റാനുള്ള ഉദ്ദേശത്തോടു കൂടി ദൈവം പല കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ദൈവം വെളിപ്പെടുത്തുക. ചിലപ്പോൾ ചില മനുഷ്യരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയില്ല, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു കാര്യം പറയാനില്ലേ, എന്നെക്കുറിച്ച് ഒരു കാര്യം ദൈവം സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പല നിരാശയിലും പല സങ്കടത്തിലൊക്കെ പറയുന്ന പല ജീവിതങ്ങളെ പല സാഹചര്യങ്ങളും കാണാൻ ഇട വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ആരെയും വെറുക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, വെറുക്കാനായിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ? ദൈവം നമുക്കൊരു സ്പേസ്, ഒരു സ്ഥലം നിശ്ചയിച്ച് തന്നിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, ദൈവം പലതും കരുതിയിട്ടുണ്ട്. അതെല്ലാം ദൈവം നിറവേറ്റും. Praise the Lord. Praise the Lord. അതിനു വേണ്ടി പലരിലൂടെ പല സൂചനകളൊക്കെ ദൈവം തന്നിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകേണ്ട ട്രാക്കുകളൊക്കെ പലരിലൂടെ കർത്താവിൻ്റെ ആത്മ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നു, ഒരുപാട് സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതം പോകേണ്ട വഴി എന്താണെന്നുള്ളത്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പലരിലൂടെ സംസാരിച്ചതിന് ഞാൻ കൃത്യമായിട്ട് പലരും സംസാരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. Praise the Lord. Praise the Lord. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ദൈവം എങ്ങനെയാണ് നിറവേറ്റുന്നത്? അല്ലെങ്കിൽ ദൈവം നമ്മളോട് വ്യക്തിപരമായ മറ്റുള്ളവരിലൂടെ സഭയിലൂടെയൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവം നിറവേറ്റിക്കൊണ്ട് പോകുന്നത്? അത് നമ്മൾ വായിക്കുന്നത് യേശയ്യാ പ്രവചനത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാം തിരുവചനത്തിലാണ്. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 55 വേഴ്സ് 11. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. Praise the Lord. Praise the Lord. തൊട്ട് മുകളിലെ വചനം എങ്ങനെയാണ്? മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, ഫലം പുറപ്പെടുവിക്കാതെ അത് മടങ്ങുന്നില്ല. മഴ പെയ്താൽ, മഞ്ഞ് പെയ്താൽ അത് സസ്യങ്ങളെ മുളപ്പിക്കും, അത് ഫലം പുറപ്പെടുവിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ.
അത് പുറപ്പെട്ടത് സത്യമാണോ, അതെന്തെങ്കിലും ഒന്ന് ചെയ്യാതെ തിരിച്ചു വരികയില്ല. എന്ന് പറഞ്ഞാൽ ഓരോ വചനത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അതാണ് എൻ്റെ ഉദ്ദേശം, അത് നിറവേറ്റും. ഓരോ വചനത്തിനും ഓരോ കാര്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ആ വചനം നിറവേറ്റും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശയ്യാ പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പല കാര്യങ്ങളും വെളിപ്പെടുത്തി. കന്യകയിൽ നിന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുണ്ട്. ഈശോ പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന വെളിപ്പെടുത്തലുണ്ട്. അതെല്ലാം നിറവേറ്റപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദൈവം നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇതെല്ലാം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനമാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഉദാഹരണം പറഞ്ഞാൽ ഒരു കെട്ടിടം പണിയാനായിട്ട് എൻ്റെ എഞ്ചിനീയർ അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു. അതൊരു സ്വപ്നമാണ്, ഒരു പദ്ധതിയാണ്. അതിന് പ്ലാൻ നമുക്ക് തന്നു. എന്നാൽ അതിൻ്റെ അടുത്ത ലെവലിലുള്ള ആൾക്കാരാണ് അതിൻ്റെ കൽക്കെട്ട് പണിക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ അത് പണിയെടുത്ത് വെക്കുന്നവർ, അങ്ങനത്തെ ഓരോ ലെവലിലുള്ളവർ അതെല്ലാം നിറവേറ്റും. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ ഓർഡർ ഇട്ടാൽ നടപ്പിൽ വരുന്ന അടുത്ത ആൾക്കാരാണ്. എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ നിറവേറ്റി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 42 വേഴ്സ് 15, വചനം നിങ്ങൾ ഉറക്കെ വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുട്ടികൾ എല്ലാവരും ചേർന്ന് വായിക്കാം. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഇപ്പൊ ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം ദൈവത്തിന്റെ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ലാസറെ പുറത്ത് വരിക എന്നുള്ള വചനം കർത്താവ് അരുളി ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസർ പുറത്തേക്ക് വന്നു. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകത്തിന് സംഭവമുണ്ട്. അതായത് ഏലീഷ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലോട്ടിട്ട് പറഞ്ഞ് ഇന്ന് വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. തുറന്ന് പറയുന്നതാണ്, ഏലീഷായുടെ വചനം അനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അപ്പോൾ ആ വെള്ളത്തെ ശുദ്ധീകരിച്ചത് എന്താ? ആ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ, അല്ലെങ്കിൽ നമ്മൾക്ക് വെളിപ്പെടുത്തി ദൈവം തന്നിട്ടുള്ള ദൈവഹിതമാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന പദ്ധതികൾ നിറവേറണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കണം. അതനുസരിക്കുമ്പോൾ ഇതെല്ലാം പതുക്കെ 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 ഫലമണിഞ്ഞ് വരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ വചനം വായിക്കുമ്പോൾ അറിയാതെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരും അല്ലേ? ഇങ്ങനെ ഒരു വാതില്, പിന്നെ നല്ലയിടന ഈശോ ഒരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ വാതിൽ മുട്ടുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം അന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിക്ചറൈസേഷൻ, അല്ലോ അങ്ങനെ നമ്മളൊരു ഒരു ചിത്രമുണ്ട്. എന്നാൽ ശരിക്കും എൻ്റെ സഹോദരങ്ങളെ, ഈ വാതിൽ തുറക്കുന്ന ഇങ്ങനെ മുട്ടുന്നത് കേട്ടിട്ടല്ല വാതിൽ തുറക്കേണ്ടത്, സ്വരം കേട്ടിട്ടാണ് വാതിൽ തുറക്കേണ്ടത്. നമ്മൾ വീടെല്ലാം അടച്ചിരിക്കുകയാണെന്ന് കരുതുക, കോളിംഗ് ബെല്ല്, പിന്നെ കറണ്ട് ഇല്ല, കോളിംഗ് ബെല്ല് ഓഫാണ്. വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ പപ്പ അല്ലെങ്കിൽ മമ്മി പുറത്ത് നിന്നിട്ട് കൊച്ചെ അല്ലെങ്കിൽ മോനെ എന്ന് വിളിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ താമസിക്കുന്ന ഒരാൾ പുറത്തുനിന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആ സ്വരം കേട്ട് നമ്മൾ പോയി വാതിൽ തുറക്കുകയാണ്. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ സ്വരം കേട്ടിട്ട് ഹൃദയത്തിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നു കൊടുക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്വരമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ച് കേൾക്കുന്ന വചനം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺവെൻഷൻ വേദിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വചനം, അല്ലാന്നുണ്ടെങ്കിൽ ഈ അഭിഷേകം എപ്പിസോഡ് കേൾക്കുന്ന ഒരു വചനം, അല്ലെങ്കിൽ ചെറിയ വാട്സപ്പ് ടോക്കുകൾ കേൾക്കുന്ന ഒരു വചനം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം, ഈ വചനമെല്ലാം ദൈവത്തിന്റെ സ്വരമാണ്. അതിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മുട്ടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി, പക്ഷെ തുറക്കാത്തതാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഓരോ വചനവും ദൈവം മുട്ടുകയാണ്.
ഓരോ വചനവും ദൈവം മുട്ടുകയാണ്. പക്ഷേ നമ്മൾ സ്വരം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ 10-ാമത്തെ അധ്യായത്തിൽ അല്ലേ ആടുകൾ ഇടയന്റെ സ്വരം തിരിച്ചറിയുന്നൊക്കെ പറയുന്നതിന് വചനം ഇങ്ങനെ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഓരോ പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വചനവും ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മൾ വിളിക്കുകയാണ്, ദൈവം വന്ന് മുട്ടുകയാണ്. അത് കേട്ടിട്ട് നമ്മൾ ഹൃദയം അങ്ങോട്ട് തുറന്നു കൊടുത്ത വചന ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ പറയുകയാണ്, ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവൻ്റെ ഉള്ളിൽ താമസിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അത് വളരെ കറക്റ്റാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനം ഒരു ദൈവ പൈതൽ വളരെ സീരിയസ് ആയിട്ട് അത് പാലിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, വെളിപാട് 3:20 ഞാൻ അവൻ്റെ അടുത്തേക്ക് വരുമെന്ന് യോഹന്നാൻ 14:21 പറയാണ്. അത് അടുത്തേക്ക് വരുന്ന ഞാനെന്ന് പറഞ്ഞ് ഞാൻ തന്നെയല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ത്രിത്വം അവൻ്റെ ഉള്ളിൽ ആവസിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന മാത്രമല്ല, വലിയ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15:26. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സ്വരം, വേറെ ഒരുപാട് സ്വരം കേട്ടോണ്ടിരുന്നാൽ എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുകയില്ല. ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കണ്ടേ? അതാണ് ആ ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും കേട്ട് ഹൃദയത്തിൽ നിന്ന് വാതിൽ തുറന്ന് ഈ വചനത്തെ ഉള്ളിലോട്ട് സ്വീകരിച്ചിട്ട് അതങ്ങ് പാലിക്കാൻ തുടങ്ങിയ പരിശുദ്ധത്തെ ഉള്ളിൽ വരും. ചുറ്റുമുള്ള പലർക്കും പല മേഖലകളിലും വരുന്ന അനർത്ഥങ്ങൾ നമ്മളെ സമീപിക്കുകയല്ല. അത് നിന്റെ കൂടാരത്തിന്റെ അടുത്ത് വരിക എന്ന 91 സങ്കീർത്തനം പറയുന്നു വെറുതെ അല്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും. ഇതെല്ലാം വാഗ്ദാനമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ വചനങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇത് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്, അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. നമ്മൾ കേൾക്കുന്നത് എന്താ? വചനമാണ് അല്ലേ? പ്രസംഗം ഇല്ലാതെ എങ്ങനെ കേൾക്കും? റോമാലേഖനത്തിന് വചനമില്ലേ? സ്വീകരിച്ചത് എന്താ? വചനമാണ്. സ്ത്രീകന്മാർ പറയുന്നില്ലേ, പൗലോസിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വചനത്തെ വലിയ ആനന്ദത്തോടെ സ്വീകരിച്ചു. അപ്പൊ നീ സ്വീകരിച്ചത്, കേട്ടത്, അത് കാത്തു സൂക്ഷിക്കണം. അത് പിശാച് മോഷ്ടിക്കാതെ അത് കാത്തു സൂക്ഷിക്കും. എന്തിലാ നീ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ? നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം നിറവേറുന്ന ഇതിലൂടെയാണ്. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് അനുതപിക്കണം. കാരണം എന്താ? ഈ വചനത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതപിച്ച് കുമ്പസാരിക്കണം. ഞാനത് മറ്റൊരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അതായത് ഓരോ വചനം വായിച്ചതിന് ശേഷം അനുതാപം നമുക്ക് തോന്നും, കുമ്പസാരിക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയ. അങ്ങനെ ആയാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പിശാചിന് സാധിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അത് നമ്മൾ വായിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനത്തിലാണ്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭകളോട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്, ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതില് ഞാൻ സ്ഥാപിക്കുക. എന്താ കാരണം എന്നറിയോ? കാരണം ഇത്രയേ ഉള്ളൂ, നീ വചനം കാത്തു. നിന്റെ ശക്തി പരിമിതമായിരുന്നു, നിനക്ക് സാഹചര്യങ്ങൾ പരിമിതമായിരുന്നു, എന്നാലും നീ ഒരുപാട് വചനങ്ങളെ കാത്തു സൂക്ഷിച്ചു.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ജീവിതത്തിൽ വചനം ലംഘിക്കുന്ന ആയിരക്കണക്കിന് സംഗതികൾ വരുമ്പോൾ കൂട്ടുകാരെ പലതരത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതലേ, യുവജന സുഹൃത്തുക്കളെ, നീ വചനം കാത്താലുണ്ടല്ലോ നിനക്കാർക്കും പൂട്ടാൻ കഴിയാത്ത വിധം വാതിൽ കർത്താവ് അങ്ങോട്ട് തുറക്കും. നീ സ്വരം കേട്ട് വാതില്, ഹൃദയമാകുന്ന വാല് തുറന്ന് അതിനുള്ളോട്ട് സ്വീകരിച്ചാണ്ടല്ലോ പിന്നെ അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അതുപോലെ വാതിലങ്ങ് ദൈവം തുറക്കും. അതിപ്പോഴല്ല, ഈ യൗവന കാലത്ത് നീ വചനം കാത്താൽ 10 വർഷത്തിന് ശേഷമായിരിക്കും ദൈവം ഒരു വാതിലങ്ങ് തുറക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വചനമാണ് വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം. സകല ഭൂവാസികളെയും പരിശോധിക്കുവാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സുന്ദരമായൊരു വചനമാണ്. അതായത് വലിയ അഗ്നി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ഈശോയുടെ 2-ാമത്തെ ആഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനത്തെ ഉള്ള അതായത് പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്താ കാരണം എന്നറിയാവോ? നീ അനേകം നാളുകൾക്ക് മുമ്പ്, നിങ്ങൾ വചനം നോക്കിയേ, പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് പാപപ്രലോഭനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നീ പിടിച്ചു നിന്നു. അവിടെയെല്ലാം നീ പരീക്ഷണങ്ങളിൽ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നീ അവിടെ ഉറച്ചു നിന്നു. അങ്ങനെ വചനം കാത്തത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? വലിയ അഗ്നി പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം നിന്നെ സംരക്ഷിച്ചു. എന്താ കാരണം? നാളുകൾക്ക് മുമ്പ് ചെറിയ ചെറിയ എത്രയോ പരീക്ഷണങ്ങൾ നീ പിടിച്ചു നിന്നവനാ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് വചനം കാത്താൽ ദൈവം എന്നും സംരക്ഷണം തരും. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ എത്രയോ തവണ അത് കേൾക്കാതെ നടന്നു. ദൈവമേ, വചനം കേട്ടപ്പോൾ അനുദപിക്കാതെ പോയ എത്രയോ സാഹചര്യങ്ങൾ, വചനം കേട്ട് ആ വചനത്തിന് പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ എത്രയോ അനുഗ്രഹങ്ങൾ. ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും വചനം പാലിക്കുമ്പോൾ പിന്നീടുള്ള ഒരുപാട് മേഖലകളിൽ ദൈവം അനുഗ്രഹിക്കും. ദൈവമേ, ഇന്ന് വരെ വന്നുപോയ വീഴ്ചകളോർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിക്കുകയാണ്. വചനം പാലിക്കാൻ, വചനം ജീവിക്കാൻ ദൈവമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ഒരു കീടുവാ ആത്മാവിനാ നിർച്ചിടുവാ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരു കീടുവാ ആത്മാവിനാ നിറച്ചിടുവാ ആഗതനായവൻ വിളിച്ചിടുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ, യേശുവേ.